ഉമ്മ ഉമ്മ പറ ഉമ്മ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോകും കേട്ടോ. അതായത് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നു, അപ്പോൾ അത് വാങ്ങാൻ നിർത്തും. അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും ഒരുമിച്ച് കിട്ടുന്നുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ആ സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ജിത്തുട്ടിയുടെ യൂണിഫോമിൻ്റെ ഒരു ഷർട്ടും വാങ്ങണമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്നപ്പോൾ ഷർട്ട് ഇല്ല, അവൻ്റെ സൈസിന് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇന്ന് പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇന്ന് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ സാധനം ചേട്ടായി ഇന്ന് പണി കഴിഞ്ഞ് നേരത്തെ വന്നു. അപ്പോൾ എന്നാൽ ഞങ്ങളും കൂടെ കൂടി പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങളോടും കൂടെ പോരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങും കേട്ടോ. പച്ചക്കറിക്കൊക്കെ നല്ല വില കൂടി കേട്ടോ. തക്കാളിയൊക്കെ നല്ല റേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറി ഞാൻ എടുക്കാൻ തുടങ്ങി പറഞ്ഞു, വേണ്ട നീ എടുക്കണ്ട, ഞാൻ എടുത്തോളാം, കയ്യിൽ മുഴുവൻ അതിൻ്റെ ഇത് അഴുക്കൊന്നും ആക്കണ്ട, കൊച്ചിന് എടുക്കാവുള്ളല്ലേ, നല്ല ഭർത്താവല്ലേ, എന്തൊരു സ്നേഹമല്ലേ. അപ്പോൾ നമ്മൾ കിഴങ്ങ്, പച്ചമുളക്, തക്കാളി, അങ്ങനെയുള്ള ഉള്ളി, ഇഞ്ചി, ക്യാരറ്റ് അങ്ങനെയൊക്കെ വാങ്ങി. അപ്പം നമ്മൾ എന്ത് കറി വെച്ചാലും തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുമല്ലോ. അപ്പോൾ അങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു കേട്ടോ. അപ്പോൾ ആദ്യമേ പോയി പച്ചക്കറി വാങ്ങിക്കുവാണെങ്കിൽ പെട്ടെന്ന് കിട്ടും, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, എല്ലാവരും വന്ന് എടുത്ത് കഴിയുമ്പോൾ ലാസ്റ്റുള്ളതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പച്ചക്കറിയുടെ ആ സെക്ഷനിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഇന്നാണെങ്കിൽ കുറച്ച് ഓഫറും കൂടെ ഉണ്ട് അവിടെ പച്ചക്കറിക്കൊക്കെ. അപ്പോൾ അങ്ങനെ പച്ചക്കറിയുടെ സെക്ഷനെല്ലാം വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ടുട്ടൂന് സ്നഗി എടുക്കണം. അപ്പോൾ അങ്ങനെ സ്നഗിയുടെ സെക്ഷനിലേക്ക് പോവാണ് കേട്ടോ, സ്നഗി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഉണ്ട് ഈ കൊട്ടയ്ക്കകത്താണ്, ട്രോളിക്കകത്ത് ടുട്ടൂനെ ഇരുത്തേക്കുക. അപ്പം ജിത്തു ആണ് ഞാൻ ഉന്തിക്കോളാം എന്ന് പറഞ്ഞാൽ മുഴുവൻ ഉന്തിക്കോട് നടക്കുമോ ടുട്ടൂനെ കൊണ്ട്. അപ്പോൾ അങ്ങനെ അവലെടുത്തു, അവൽ തീർന്നായിരുന്നു കേട്ടോ. അപ്പം ഈ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച അവൽ വാങ്ങിയ, അപ്പോൾ ഈ ആഴ്ച അങ്ങനെ അവലെടുത്തില്ല. അപ്പം എന്നാൽ അവലെടുത്തോളം, പിന്നെ അവൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഓയിൽ എടുക്കാനുണ്ടായിരുന്നു, ഓയിൽ തീർന്നായിരുന്നു, ഓയിലെടുത്തു. അപ്പോൾ ആട്ടപ്പൊടി, ഓയിൽ, അവൽ, പച്ചക്കറി അങ്ങനെയുള്ള സാധനം. അപ്പം നമ്മൾ സാമ്പാർ വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പം അന്ന് സാമ്പാറിന് വേണ്ടിയിട്ട് പരിപ്പെടുത്തു. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലപ്പടി ഈ കൊതുകിൻ്റെ ശല്യം അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചേട്ടായി പറഞ്ഞു പുൽത്തൈലം നല്ലതാണ്, വീടിന് ഒരു സ്മെല്ലുണ്ടാവുന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു റൂം ഫ്രഷ്നർ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞു പുൽത്തൈലം നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുൽത്തൈലം മേടിച്ചു. പക്ഷേ ആ പുൽത്തൈലം നല്ലതായിരുന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് അപ്പം തന്നെ വെള്ളത്തിൽ കിളക്കി അടിച്ചു കേട്ടോ. നല്ല വീടിനകത്തൊക്കെ ഒരു നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി, ഓക്കെ, എല്ലാം കുറച്ച് വേണ്ട സാധനങ്ങളെല്ലാം അത്യാവശ്യം വാങ്ങി കേട്ടോ. വലിയ ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങില്ല, അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പം അങ്ങനെ ഇപ്പോൾ ജിത്തു പറഞ്ഞു ഞാൻ പറക്കി വെച്ചോളാം. അവന് എപ്പോൾ ഞങ്ങളോട് പോന്നാലും നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയാലും ജിത്തുവിൻ്റെ പണിയാണ് ഇതെല്ലാം പറയും. ജിത്തു പറയും ഞാൻ ഉന്തിക്കോളാം വണ്ടി, ഞാൻ എടുത്ത് വെച്ചോളാം. അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഉണ്ട് പച്ചക്കറിക്ക് മാത്രം നല്ല വിലയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ കാണിച്ചില്ലായിരുന്നു ഒരു കപ്പിനകത്ത് നമ്മൾ ചായ ഊറ്റുന്ന ഇന്നലത്തെ വീഡിയോയിലുണ്ടാവും കേട്ടോ. എൻ്റെ പൊന്നു മക്കളെ, ആ കപ്പ് താഴെ വീണ് പൊട്ടിപ്പോയി. അപ്പോൾ ഇന്നൊരു കപ്പ് വാങ്ങിക്കാമെന്ന് ഓർത്ത് ചെന്നപ്പോൾ ഉണ്ട് ഭയങ്കര റേറ്റ് വേണ്ടി കേട്ടോ, അവന് വാങ്ങണ്ടെന്ന് പറഞ്ഞു. അവന് ജിത്തൂട്ടിക്ക് യൂണിഫോം എടുത്തു കേട്ടോ. യൂണിഫോം ഷർട്ടായിരുന്നു. ഇത് നിക്കർ നേരത്തെ വാങ്ങിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഷർട്ടിനായിരുന്നു വാങ്ങാഞ്ഞ, കാരണം ഷർട്ട് അവൻ്റെ സൈസ് ഇല്ലായിരുന്നെന്ന്. ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരും കേട്ടോ. അപ്പോൾ ഇത് ജിത്തു പഠിക്കുന്ന സ്കൂളാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. കാരണം വെച്ചാൽ PTA മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാനത് ചെയ്യാം കേട്ടോ വീഡിയോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു. ഞങ്ങളുടെ അവിടുത്തെ കണ്ടോ മഴ പെയ്തപ്പോഴത്തേക്കും പുഴയെല്ലാം നിറഞ്ഞൊഴുകി. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചപ്പാത്തിയും പാവയ്ക്ക കറിയും പിന്നെ വെജിറ്റബിൾ കറിയുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വൈകിട്ട് ഭക്ഷണമെല്ലാം കഴിച്ച് സെറ്റായതുകൊണ്ട് ഇന്ത്യ മാച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുക ചേട്ടായി ഞാനും. പിന്നെ ടുട്ടൂര് ഭയങ്കര മൂക്കൊലിപ്പും അസ്വസ്ഥതയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഇച്ചിരി മരുന്ന് കൊടുക്കുക. അപ്പോൾ അവന് മനസ്സിലായി അവനാ മരുന്ന് കഴിക്കാൻ ലോക മടിയനാണ് കേട്ടോ. ഉടുപ്പ് 1 2 3 4 ടാറ്റ പറഞ്ഞു. ടാറ്റ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ടാറ്റാ.